എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രധാനമായും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കേട്ടുകേൾവിയൊന്നും ഉണ്ടാവില്ല പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും, രാഷ്ട്രീയം. അപ്പം ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് ഭരണത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള കുറേ സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പൊളിറ്റിക്കൽ സയൻസ് ഒരു +1 നമുക്ക് എത്ര ചാപ്റ്റേഴ്സാണുള്ളത്? +1 20 ചാപ്റ്റേഴ്സാണുള്ളത്. പൊളിറ്റിക്കൽ സയൻസ് 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. +2 18ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം കുറേ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട്. ചില ചാപ്റ്റേഴ്സ് ഒന്നും ലെങ്തി അല്ല, എന്നാൽ ചിലതൊക്കെ വലിയ ലെങ്ത്തുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് പോകണം, പെട്ടെന്ന് തന്നെ പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് +2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ +2 വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഭരണഘടന എന്താണെന്ന് പഠിക്കണം. അത് എക്സാമിന് ചോദിക്കുന്നതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും +1 +2 നമ്മൾ 2 വർഷം പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് പഠിക്കും. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഭരണഘടന എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഭരണഘടന? ഭരണഘടന ഒരു നിയമ പുസ്തകമാണ്. ഒരു രാജ്യത്തെ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തെയാണ് നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നത്. അപ്പം ഭരണഘടന പ്രധാനമായും 5 ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. കാണുന്നുണ്ടാവും. ഭരണഘടന പ്രധാനമായും 5 ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ വിവരിക്കുക എന്ന് 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ആദ്യത്തെ ധർമ്മം, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. രണ്ടാമത്തെ ധർമ്മം എന്താണ്? തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. എന്താണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം? തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. ഇനി ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം നോക്കാം. എന്താണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം? ഗവൺമെൻറ് അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കലാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം. ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. നാലാമത്തെ ധർമ്മം എന്താണ്? ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. അഞ്ചാമത്തെ ഭരണഘടനയുടെ ധർമ്മം എന്താണ്? അഞ്ചാമതായി പറയുന്ന ധർമ്മം എന്താണ്? ഒരു ജനതയുടെ മൗലിക സ്വത്വം അല്ലെങ്കിൽ വ്യക്തിത്വം. ഒരു ജനതയുടെ മൗലിക സ്വത്വം. ദ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് എ പീപ്പിൾ. ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് എ പീപ്പിൾ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങളെന്ന്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോഓർഡിനേഷൻ ആൻഡ് അഷുറൻസ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. മൂന്നാമത്തെ ധർമ്മം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ. ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. നാലാമത്തെ അധികാരമോ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. അഞ്ചാമത്തെ ധർമ്മം എന്താണ്? ഒരു ജനതയുടെ മൗലിക സ്വത്വം അല്ലെങ്കിൽ വ്യക്തിത്വം. ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് എ പീപ്പിൾ. ഇതാണ് ഭരണഘടനയുടെ 5 ധർമ്മങ്ങൾ. ഇത് നിങ്ങൾ മെയിനായിട്ടും ഈ പാഠത്തിന് പഠിക്കണം. ഇനി പഠിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ്. കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യാം ഓരോ സബ്ജക്റ്റിൻ്റെയും. ഇന്ത്യൻ ഭരണഘടന മറ്റു ഭരണഘടനകളിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ ചോദിക്കും. ഇത് പട്ടികയായിട്ട് ചോദിക്കും. 3 മാർക്കും ചോദിക്കും, 2 മാർക്ക്, 1 വേർഡ്, അങ്ങനെ കുറേ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് കണ്ട് പേടിക്കേണ്ട. ഇതിൽ ചിലതൊന്നും ചോദിക്കുന്നതല്ല. ചോദിക്കാത്തത് ഏതൊക്കെയാണെന്ന് പറയാം. ഈ ദക്ഷിണാഫ്രിക്ക ചോദിക്കില്ല. പിന്നെ ആസ്ട്രേലിയൻ ഭരണഘടന ചോദിക്കില്ല. അതേപോലെ ജർമ്മനി ഭരണഘടന ചോദിക്കില്ല. ബാക്കിയുള്ളതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പം മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, FPTP വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. അതിനെപ്പറ്റി നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥയെ പറ്റി. അതൊരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. അപ്പം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആദ്യത്തെ വ്യവസ്ഥയാണ് എന്ത്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. രണ്ടാമത്തേതാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. മൂന്നാമത്തേത് എന്താണ്? നിയമവാഴ്ച. നാലാമത്തേതോ സ്പീക്കർ എന്ന് പഠിച്ചാൽ മതി.
അഞ്ചാമത്തെ വ്യവസ്ഥ ഏതാണ്? നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ലോ മേക്കിംഗ്. അടുത്തത് കനേഡിയൻ ഭരണഘടന. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്റും അവശിഷ്ടാധികാരങ്ങളും. അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്റും അവശിഷ്ടാധികാരങ്ങളുമാണ് കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത്. അടുത്തത് ഫ്രഞ്ച് ഭരണഘടന. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് കടം കൊണ്ടത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്ത യു എസ് ഭരണഘടന. യു എസ് ഭരണഘടനയിൽ എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ യു എസ് ഭരണഘടനയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത്. പിന്നെ എന്താണ്? ജുഡീഷ്യൽ പുനരവലോകനം, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, അതൊക്കെയാണ് യു എസ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഐറിഷ് ഭരണഘടന. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളും കടം കൊണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ, ഐറിഷ് ഭരണഘടന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. മെയിനായിട്ടും ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടില്ലേ? ഭരണഘടന മുഖ്യമായും 5 ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അവ ഏതെല്ലാമാണെന്ന് വിശദമാക്കുക എന്ന 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറേ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും PDF ഡൗൺലോഡ് ചെയ്ത് പഠിപ്പിച്ചുകൂടെ എന്ന്. എഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു പ്രശ്നം അതൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷായിട്ട് ചെയ്യാത്തത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കാം. അങ്ങനെ ടെക്സ്റ്റിനെയും മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻസും നോക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം +1 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന് ഭരണഘടനയുടെ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രത്യേകം ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.